ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഒരു സാറ്റർഡേ വ്ളോഗായിട്ടാണ് ഞാനിന്ന് വന്നേക്കണത്. അപ്പോൾ ഞങ്ങളിന്നൊരു ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണെന്നാണ് തോന്നണത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട, വേഗം തന്നെ പോവാം കേട്ടോ. അപ്പോൾ സമയം വൈകിട്ട് ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട്. നേരം വഴിയോന്നും അറിയില്ല, കാരണം ഇവിടെയൊക്കെ വേഗം അടക്കുമല്ലോ എല്ലാം. സമയം കളയേണ്ട, വേഗം തന്നെ പോവാം അല്ലേ. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട് കേട്ടോ ഫാമിലേക്ക്. അപ്പോൾ നമ്മളിന്ന് സ്ട്രോബെറി കാണാനാണ് കേട്ടോ പോണത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സ്ട്രോബെറിയുടെ സീസണൊക്കെ അവസാനിക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും ചെന്ന് നോക്കാമല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണേ, എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഏകദേശം എന്താ പറയുക, ഒരുപാട് തോട്ടങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെയാണ് കേട്ടോ. ഈ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനൊന്നും സാധിക്കില്ല കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു റോഡാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കാണുമ്പോൾ വലിയ തിരക്കില്ലെങ്കിലും നമുക്കങ്ങനെ വണ്ടി നിർത്താനൊന്നും അങ്ങനെ പറ്റൂല കേട്ടോ. പിന്നെ അതുപോലെ നേരവും വഴിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ പോവുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. കൂടുതലും ഈ കോണിൻ്റെ തോട്ടങ്ങളാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുക. സൈഡിലും ഇങ്ങനെ കാടുകളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണല്ലേ. ഇങ്ങനെ ഒരുപാട് വീടൊക്കെ ഉണ്ട് കേട്ടോ സൈഡിലായിട്ട്. കൂടുതലും ഇങ്ങനെ ഫാമുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എന്താണ്, ഗോതമ്പ് പോലെയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഈ തോട്ടം. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് ഗോതമ്പായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഫാം സ്ഥിതി ചെയ്യണത് ഉൾവഴികളിലായതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നേ കാണാനായിട്ട്. ഹൈവേയുടെ സൈഡിലൊന്നും അല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്രൂട്ട്സുകളും വെജിറ്റബിളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പറിച്ച് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഫാമാണ്. അപ്പോൾ ന്യൂജേഴ്സിയിൽ തന്നെ ഏകദേശം ഒരു 3-4 ഫാമുകളുള്ളൂ കേട്ടോ ഇങ്ങനത്തെ രീതിയിലുള്ളത്. അപ്പോൾ അതിൽ പെട്ട ഒരെണ്ണം ഉണ്ടോ ഈ ഫാം. അത്ര വലിയ വലിപ്പമുള്ള ഫാമൊന്നുമല്ല, ഏകദേശം ഒരു 3 ഏക്കറൊക്കെ ഉണ്ടാവുള്ളൂ ഈ ഫാമിന്. അപ്പോൾ അതേ നമ്മളങ്ങനെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേനും ഏകദേശം ഒരു 5:30 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5:30 ഇത് ക്ലോസ് ചെയ്യണേ കേട്ടോ. അപ്പോൾ നേരം വൈകിട്ടുണ്ടായി. പിന്നെ മാത്രമല്ല ചെറുതായിട്ട് ഇങ്ങനെ മഴയും പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് തിരിച്ചു പോകുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് അവിടെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുന്നതാണ് കേട്ടോ നമ്മളവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നത്. അങ്ങനെ ദേ നമ്മളങ്ങനെ ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ ദേ നമ്മൾ ഫാമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാട്ടോ. കുറേ ഇങ്ങനെ കൃഷിത്തോട്ടങ്ങളൊക്കെ പോലെ കാണുന്നുണ്ട്. പിന്നെ അതേ ഇത് കണ്ടില്ലേ, ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. ദേ ഇത് കണ്ട പൂക്കളൊക്കെ. അപ്പോൾ അതേ ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. അവിടെ എന്താ ഉള്ളത്. അവിടെ എന്താടി ഭാഗത്തുള്ള പച്ചക്കറി കടയോ? എന്താടാ റാസ അതിൻ്റെ ഉള്ളിൽ? പച്ചക്കറിയാണ് ഷോപ്പം. നോക്കട്ടെ. ഇവിടുത്തെ ഫാമിലുള്ളതാണോ? ഇവിടുത്തെ ഫാമിലുള്ള ഇതാണോ? അപ്പോൾ ശരിക്കും നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരോട് നമ്മൾ കുറേ റിക്വസ്റ്റൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞാൽ വേഗം പോയിട്ട് വായോ, അരമണിക്കൂറിനുള്ളിൽ വേഗം വരണമെന്ന് പറഞ്ഞാണ്ടോ നമ്മളങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മളങ്ങനെ ഫാമിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടോ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതേ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഇത് ശരിയായ ആ ഒരു പാകമൊക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതിങ്ങനെ വളർന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മുടെ ഈ സ്ട്രോബെറി എന്ന് പറയുന്നത് കുറേ അങ്ങോട്ട് നടക്കണം കേട്ടോ. ഉള്ളിലായിട്ടാണ് നമ്മൾ കുറേ അങ്ങോട്ട് നടന്ന് ഉള്ളിലേക്ക് പോകണമെങ്കിലാണ് നമുക്കതൊക്കെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഫാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ സീസൺ അനുസരിച്ചാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരുപാട് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ നമുക്ക് ശരിക്കും പേടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കേട്ടോ നമ്മളിപ്പോൾ നടക്കണത്.
പിന്നെ അതുമല്ല ഇവിടെ ട്രാക്ടറിൻ്റെ ഒരു റൈഡൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് രാവിലെ വരെ ഇരുന്നെങ്കിൽ നമുക്ക് ആ റൈഡൊക്കെ നടത്താമായിരുന്നു. അപ്പോൾ ഈ ഫാം മൊത്തത്തിൽ അവരിങ്ങനെ ചുറ്റി കാണിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ കുതിര സവാരി അതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ തരണ വന്നോട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ആകെ നേരം വഴുകി വന്നുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും അങ്ങനെ കാണാത്ത കേട്ടോ. ആരുമില്ല. കാരണം വെച്ചാൽ നേരം വഴുകിയല്ലോ. ഇത് തന്നെ നമ്മൾ കുറേ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വെജിറ്റബിളും ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, പീച്ചസ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പംകിൻ, പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ക്രിസ്മസ് ട്രീ, പിന്നെ സൺഫ്ലവർ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. പിന്നെ കോൺ, അങ്ങനെ എന്താ പറയുക, ഒരുപാട് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് തോട്ടങ്ങൾ. അവർ ഓരോന്നൊക്കെ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ നട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഈ ഓരോ സീസൺ അനുസരിച്ചാണ് ഉണ്ടാവണത്. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ അടുത്ത മാസം സെപ്റ്റംബർ ഒക്ടോബർ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഈ പംകിൻ അതുപോലെ കോണിൻ്റെയൊക്കെ സമയമൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇത് ലെറ്റൂസിൻ്റെ തോട്ടമാണേ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ഈ ലെറ്റൂസ് നിങ്ങൾ കണ്ടിട്ടില്ലേ, സാലഡിലൊക്കെ ഇടുന്ന സാധനം, അതൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അത്ര ക്ലീനഡായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് ചിലപ്പോൾ അതങ്ങനെ ആയിരിക്കും. പിന്നെ അതുപോലെ നല്ല നനവൊക്കെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചുറ്റിനും നനക്കാനുള്ള ഓസുകൾ, മെഷീനുകൾ ഒക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ബീൻസുകൾ, തക്കാളികൾ ഒക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് വീഡിയോയിലൊന്നും ഞാൻ പകർത്തിയിട്ടില്ല. പോരാത്തതിന് ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്ട്രോബെറി തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. പാത്തൂന് കിട്ടിയോടി? അമ്പടാ, ശരിയാണ്, പഴുത്തത് മാത്രം പറിച്ചാൽ മതി കേട്ടാ. ഇപ്പോൾ ഭയങ്കരമായൊരു കാടിൻ്റെ ഉള്ളിലുള്ള ഇതിലെവിടെ സ്ട്രോബെറി? ഞാൻ അവിടെ അപ്പുറത്ത് പോയിട്ട് നോക്കട്ടെ. തിന്നാനാ? നമ്മുടെ അവിടെയും ഉണ്ട്, ഈ ഊട്ടി തണുപ്പുള്ള ഭാഗത്തൊക്കെ ഉണ്ടെന്ന് തോന്നണം. അല്ലാതെ നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ. ദേ ഇവിടെയൊക്കെ ഉണ്ട്, ഉണ്ടായി കിടപ്പുണ്ട്. എന്റെ സൈഡിലുണ്ട്. അതെ ഇവിടെ എന്തോ ഒരു സൈഡിലൊക്കെ വേണ്ട, അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടായി കിടക്കണ്. സ്ട്രോബെറി ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിലായിട്ട്. നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ പറിക്കണം. നല്ല വലിപ്പമുള്ളതും നല്ല കളറുള്ളതുമായിരുന്നു കേട്ടോ ഇവിടുത്തെ സ്ട്രോബെറി. പിന്നെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് കഴിച്ച് കഴിയുമ്പോൾ പറയാം. പിന്നെ അതുമല്ല ഇതിങ്ങനെ കാട് പിടിച്ചാണ്ടോ കിടക്കണത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സൂക്ഷിച്ചാണ് പറിച്ചത്. വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ, കൈകൊണ്ട് പറിക്കണതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ വൈകിട്ടായതുകൊണ്ടാണ് തോന്നുന്നുണ്ടോ ആളുകളൊക്കെ ഇങ്ങനെ പറിച്ച് എല്ലാം ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഉണ്ടോ നമുക്ക് നല്ലതൊക്കെ കിട്ടുള്ളൂ. പിന്നെ കുറേയൊക്കെ ചീഞ്ഞതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞ് ചെറുതും. അപ്പോൾ അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ വാതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറി പറിക്കണതിന് മുമ്പ് നിങ്ങൾ പഴുത്തത് മാത്രമേ പറിക്കാൻ പാടുള്ളൂ, അതുപോലെ നമ്മൾ കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്കൊരു ഇങ്ങനെ ഒരു പാത്രം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റിലാണ് നമ്മൾ അതിലിങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് പറിച്ചിട്ട് നമുക്ക് ആ ഒരു സ്റ്റോറിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ തൂക്കനുസരിച്ചുള്ള റേറ്റാണ് അവർ വാങ്ങിക്കണം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഫാമിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് പറിച്ച് വീട്ടിൽ കൊണ്ടുപോകാമെന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറേയൊക്കെ അങ്ങനെ പറിച്ചായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ പറിച്ച് ഇങ്ങനെ ബാസ്ക്കറ്റിലൊക്കെ ഇടാനായിട്ട്. എൻ്റെ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നേ. കാര്യം നമ്മുടെ നാട്ടിലും ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് സ്ട്രോബെറി. എങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ട്രോബെറി തോട്ടത്തിൽ വരുന്നത്. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടൊന്നും അല്ല സ്ട്രോബെറി. എങ്കിൽ പോലും അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. ഇതിങ്ങനെ വിസിറ്റ് ചെയ്യാനും നമുക്കിത് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ പറ്റിയ ഇതിങ്ങനെ വന്നപ്പോൾ നമ്മളങ്ങനെ വന്നതാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഇവിടെ അധികം കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ആ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ നമ്മൾ ഇത്രേ പറിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം കുറേ ഉണ്ട് ഇനിയും, പിന്നെ ഒരുപാട് നമുക്ക് ആവശ്യമില്ലല്ലോ. നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ പറിച്ചെടുത്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളങ്ങനെ തിരിച്ച് അങ്ങനെ സ്റ്റോറിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ തക്കാളിയുടെ തോട്ടവും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തക്കാളികളാണ്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഉണ്ടായി ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ്ടോ.
അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രോബെറി അത് മാത്രമേ നമുക്ക് പറിക്കാൻ പാടുള്ളൂ. വേറെ ഒന്നും നമുക്ക് പറിക്കാനോ അങ്ങനെ ഇതാക്കാനൊന്നും പാടില്ല. എങ്കിൽ പോലും ഞാനതിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നതാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും അടുത്ത മാസം ഇവിടെ പംകിനും കോണിൻ്റെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹലോവീനൊക്കെ വരുമല്ലോ. അപ്പോൾ അവിടെ ആ സമയത്തൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ എന്തായാലും വരണം, വീഡിയോ എടുക്കണമെന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് ഫാമുകളുണ്ട്. ഇതുമാതിരത്തെ എന്താ പറയുക, ഇഷ്ടമാതിരി ഫാമുകളുണ്ട്. അപ്പോൾ എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഫാമിലാണ് ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും ഇങ്ങനെ സ്ട്രോബെറി ഇങ്ങനെ അടുത്ത് കണ്ട് ഇങ്ങനെ പറിച്ചെടുക്കാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളിയായിരുന്നേ. അപ്പോൾ അതേ നമ്മളങ്ങനെ എന്താ പറയുക, ഇവിടെ സ്ട്രോബെറി മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നപ്പോൾ ലേറ്റായിപ്പോയി, അല്ലെങ്കിൽ നമ്മളിവിടെ പോയാൽ ലേറ്റായാലും എത്തുള്ളൂ. സ്ട്രോബെറി ഒക്കെ ഇങ്ങനെ ആകെ കുറേയൊക്കെ ഉണ്ട്. പിന്നെ കാടിൻ്റെ ഉള്ളിലൊക്കെ കയറി പറിക്കണം, കൈയൊക്കെ ചൊറിഞ്ഞിട്ട് വയ്യ. അവർ ഒരു ഇതിൽ തന്നിട്ടുണ്ടല്ലോ, അത് അവിടെ കൊണ്ടുപോയിട്ട് അവർ തൂക്കി തരും, അങ്ങനെയാണ്. പിന്നെ വീട്ടിൽ പോയിട്ട് കഴുകി കഴിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ദേ ഇത് കണ്ടില്ലേ, ഇങ്ങനെ എന്തൊക്കെയോ കുഴിച്ചിട്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. അവർ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലാണ് അതൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അവിടെയൊക്കെ എന്തൊക്കെയോ ലെറ്റ്യൂസ്, കുറേ വെജിറ്റബിൾസൊക്കെ ഉണ്ട്. ആ ഷോപ്പിലുള്ളതൊക്കെ അവർ ഈ ഫാമിലുണ്ടായതൊക്കെയാണെന്നാണ് പറയണത്. അപ്പോൾ അതൊക്കെ ഇവിടെ തോട്ടങ്ങളുണ്ടാവുമായിരിക്കും. ഇപ്പോൾ സമയം 5:30 ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് നമ്മൾ കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവർ പോയി കണ്ടോളാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ചെന്നില്ലെങ്കിൽ പ്രോബ്ലം ആവും. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇനി ഇവിടെ കറങ്ങി അടിച്ച് നടക്കണില്ല, നമുക്ക് വേഗം തന്നെ പോകാം. പോരാത്തതിന് മഴയും പൊടിക്കണം. അത് പിന്നെ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഇവിടെ ചെന്നാലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഓരോരോ ഇത് അല്ലേ. ഇനിയും കാണാമല്ലോ കാഴ്ചകൾ, ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ കാഴ്ചകൾ. പതുക്കെ പതുക്കെ കാണാം. ചിലതൊക്കെ ഫ്ലോപ്പായി പോവും, ചിലതൊക്കെ സക്സസ് ആവും അല്ലേ. അങ്ങനെ ആളുകളൊക്കെ വന്ന് പോയി, അതാണ് ആരും ഇല്ലാത്ത. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഫാമിലി. അപ്പോൾ അതുകൊണ്ട് അവരാദ്യം സമ്മതിച്ചൊന്നുമില്ല. പിന്നെ ഇപ്പം അവരോട് കുറേ റിക്വസ്റ്റ്, ഞങ്ങൾ ഇത്തിരി ദൂരത്തു നിന്നാണ് വന്നേ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ വേഗം പോയി വായോ, അരമണിക്കൂറിനുള്ളിൽ വന്നോ എന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ്. അതാണ് പിന്നെ തിരിച്ചു പോകാമെന്ന് വെച്ചാൽ. പിന്നെ നമുക്കുള്ള സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പിള്ളേരൊന്നും അധികം സ്ട്രോബെറി ഇട്ട് കഴിക്കുകയില്ല. പിന്നെ ഒരു രസത്തിന് നമ്മളപ്പോൾ അങ്ങനെ വന്ന് പറിച്ചെടുത്തതാണ്. കുറേ വാങ്ങിക്കൂട്ടിയിട്ടും കഴിക്കൂലെങ്കിൽ പിന്നെ എന്തിനാ കാര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ഇനി അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ ഈ സ്കൂളുകളിൽ നിന്നൊക്കെ മിക്കപ്പോഴും വരുന്നൊരു ഫാം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഫാമിൽ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നട്ട് വളർത്തിയേക്കണൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത മാസം ആപ്പിളിൻ്റെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എന്തായാലും വരണമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നട്ട് വളർത്തിയേക്കും കേട്ടോ. അപ്പോൾ ഈ മഴ പൊടിയണ കാരണം നമുക്ക് കൂടുതൽ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തിരിച്ച് വേഗം നടക്കുകയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ക്രിസ്മസ് ട്രീയുടെ ഈ ഭാഗത്ത് നല്ല രസമുണ്ടല്ലേ, അതിൻ്റെ ആ ഒരു ഷേപ്പ് കാണാനായിട്ട്, ആ മരത്തിൻ്റെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് ഈ സമയത്ത് തന്നെ നല്ല അടിപൊളി, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലായിട്ടാണ് കേട്ടോ ആപ്പിളിൻ്റെയൊക്കെ തോട്ടമുള്ളത്. ഇതേ ആ അറ്റത്ത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഭാഗത്താണ് ആപ്പിളിൻ്റെയൊക്കെ ഫാമുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ, കാരണം ഇപ്പോൾ അതിൻ്റെ സീസണൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് സ്റ്റോറിലാണ്. അപ്പോൾ ഇത് സ്റ്റോറിൽ നമ്മൾ പറിച്ച സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിൻ്റെ തൂക്കം അനുസരിച്ച് ക്യാഷ് കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിക്കണം. പിന്നെ മാത്രമല്ല അതിൻ്റെ അകത്ത് ഒരുപാട് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ അവരവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതാണ് ഈ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് ഈ സ്ട്രോബെറീനെ കുറിച്ചിട്ട് അവർ കുറച്ച് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസൊക്കെ അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ നോക്കി അതനുസരിച്ച് വേണം നമ്മൾ സ്ട്രോബെറി പറിക്കാനായിട്ട് പോകാൻ കേട്ടോ. അതിനതേ നമ്മളിപ്പോൾ ആ സ്റ്റോറിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നെങ്കിൽ പോലും ഞാൻ ഒന്നും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടായതാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ എന്താണ് അതിൻ്റെ ആൻസറെന്ന്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ആപ്പിളൊക്കെ ഇരിപ്പുണ്ട്. ആപ്പിൾ എന്തായാലും ഇവിടെ ഉണ്ടാവണ സീസൺ ആയിട്ടില്ല കേട്ടോ. പിന്നെ അതേ ഇതൊക്കെ ചെറിപ്പഴങ്ങളാണ്. ഇതൊക്കെ പാക്കഡായിട്ടാണ് ഇരിക്കുന്നത് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ട് കേട്ടോ പിള്ളേർക്ക് കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ പഴം, സവാള, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ കുറേ വെജിറ്റബിളൊക്കെ കണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ജാമുകൾ, പിന്നെ അച്ചാർ, ഉപ്പിലിട്ട ഐറ്റംസുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പല ടൈപ്പ് സോസുകൾ അതൊക്കെയാണ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്.
പിന്നെ അതുപോലെ തന്നെ ബേക്ക്ഡ് ഐറ്റംസുകളായിട്ട് കുറേ ഉണ്ടായിരുന്നു. ഈ ഡോണറ്റുകൾ ഉണ്ടായിരുന്നു, പിന്നെ കുറേ ബേക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസുകളും നമ്മളവിടെ ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നല്ല രസമുണ്ടായിരുന്നേ. ഇത് കണ്ടില്ലേ. പിന്നെ കൂടുതൽ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് തേനുകളാണ് കേട്ടോ. അതായത് ഈ തേന് എന്താ പറയുക, തേനീച്ചക്കൂട് ഇങ്ങനെ അതേമാതിരി ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇതേപോലെ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ ഇത് കണ്ടില്ലേ, തേനുകൾ പല ടൈപ്പ് തേനുകൾ ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇവരുടെ അകത്ത് തന്നെ ഫാമിൽ തന്നെ ഉള്ളതാണെന്നാണ് തോന്നണത്. കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഈ തക്കാളിയുടെയൊക്കെ വലിപ്പം കണ്ടില്ലേ, ക്യാമറയിൽ ചിലപ്പോൾ അത്ര ഇതായിട്ട് തോന്നൂല, പക്ഷെ ശരിക്കും നല്ല വലിപ്പമുണ്ട്. ഐസ്ക്രീം കഴിക്കുക അല്ലേ? ഇത് കൊള്ളാല, നല്ല മധുരമുണ്ട്. പുളിയില്ല. സ്ട്രോബെറി ഞങ്ങൾ അപ്പം തന്നെ വാഷ് ചെയ്ത് ഞങ്ങൾ കഴിച്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. സാധാരണ സ്ട്രോബെറി ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോൾ വാങ്ങിയാലും പുളിയായിരിക്കും കേട്ടോ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ ഇത് നമ്മൾ കഴുകി കഴിച്ചപ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇത്രയും മധുരമുള്ള സ്ട്രോബെറി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. മാത്രമല്ല അത് നല്ല വലിപ്പവും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സ്ട്രോബെറിക്ക് നല്ല കളറും വലിപ്പവും മധുരവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല അടിപൊളി സ്ട്രോബെറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഫാമിനോട് വിട പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു സീസൺ ആകുമ്പോൾ വരണം കേട്ടോ. അപ്പോൾ ഇതിനേലും നല്ല ഫാമുകൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ പുതിയ ആപ്പിള്, പംകിൻ, കോൺ അതൊക്കെ വരികയാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ എന്താ പറയുക, റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്, ഫുഡ് കഴിക്കണം. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഞാൻ ദേ ഒരു കാഴ്ച കണ്ടിട്ട്, അതായത് മാനുകൾ. ഞാൻ പറയാറില്ലേ, എപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നാലും ഈ മാനുകൾ ഓടിക്കളയോട്ടെ. പക്ഷേ ഇന്ന് എന്തോ ഇത് അപൂർവമായിട്ട് നമുക്ക് മാനുകളെ കിട്ടിയിട്ടുണ്ട് വീഡിയോയിൽ പകർത്താനായിട്ട്. ഇതേ മാനിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. നല്ലൊരു അടിപൊളി കാഴ്ചയാണ് ഇത്. കാരണം വെച്ചാൽ എനിക്കൊക്കെ നമ്മളിത് എപ്പോഴും കാണുന്ന കാഴ്ചയാണെങ്കിൽ പോലും ഈ മാനുകളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ടോ. നമ്മൾ വണ്ടി നിർത്തി ഒന്ന് ജസ്റ്റ് നോക്കിപ്പോകും. പക്ഷേ വീഡിയോ എടുക്കാൻ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ സാധിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി. വരുന്ന വഴിയിലെ കാഴ്ചയൊന്നും ഞാൻ കൂടുതൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഒരു അഫ്ഗാനി റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു അഫ്ഗാനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കണ്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അതേ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറിയാണ്. അപ്പോൾ അത്യാവശ്യം മഴ പൊടിയൊന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയില്ല, ഫുള്ള് മഴയുടെ ഒരു ദിവസമാണ്. പക്ഷേ ഭയങ്കരമായ മഴയൊന്നുമില്ല, ചെറിയൊരു ചാറ്റലൊക്കെ ഉള്ളൂ. എങ്കിൽ പോലും ഇങ്ങനെ മഴ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഫാമൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതേ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഇതിൻ്റെ വാതൊക്കെ തന്നെ എന്താ പറയുക, നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു അതിങ്ങനെ അറേഞ്ച് ചെയ്തേക്കണം കാണാനായിട്ട്. അപ്പോൾ വലിയൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ബാർബിക്യൂ, റൈസ് അതൊക്കെ നമ്മളിങ്ങനെ മെനുവിൽ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടേതായ ഇങ്ങനെ അഫ്ഗാനി ഡ്രസ്സുകൾ, അവരുടേതായ കുറേ ഫോട്ടോസ് അതൊക്കെ ഇങ്ങനെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു എന്തായാലും കാണാനായിട്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് അങ്ങനെ ഫസ്റ്റ് തന്നെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു വെജിറ്റബിൾ സാലഡ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. നമുക്ക് ഇത് ഫ്രീ ആണ്. അപ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇരുന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സാലഡ് അവർ തരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഫുഡുകളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഇതാണ് കേട്ടോ, ബാർബിക്യൂ വിത്ത് റൈസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അവരുടെ ഒരു അഫ്ഗാനി റൊട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന പോലെ ഇല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടിയായിരുന്നേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സവാള അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ടിക്കയുടെ നമ്മൾ വിത്ത് റൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും അവരുടേതായ ഒരു സ്പെഷ്യൽ ഒരു അഫ്ഗാനി റൊട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് അവിടെ ഒരു സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീഫിൻ്റെയും ഒരു വിത്ത് റൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നോർമൽ എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അഫ്ഗാനി ഒരു ടേസ്റ്റ് ആയിരുന്നു. അതിപ്പോൾ നമുക്ക് എത്രത്തോളം ഇഷ്ടമാവുമെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ ബാർബിക്യൂ ഒക്കെ നമ്മുടെ അവിടെ കിട്ടൽ ഭയങ്കര കുറവാണല്ലോ. ഇതുപോലെ അപൂർവം ചില റെസ്റ്റോറൻറ്റുകളിൽ മാത്രമാണ് ചിക്കൻ ടിക്ക അതുപോലെ ഈ ഇങ്ങനെ ബാർബിക്യൂ വിത്ത് ഇങ്ങനെ ഒരു കുഴിമന്തിയുടെ ഒരു ഇതുപോലെ തോന്നിയായിരുന്നു ഈ ഫുഡ് കേട്ടോ.
അപ്പോൾ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. അങ്ങനെ അതേ ഞങ്ങളെല്ലാവരും ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടുത്തെ സർവീസും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ നമുക്കിതേ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം തന്നിട്ടുണ്ടായിരുന്നേ. അവരുടെ റൊട്ടി വിത്ത് ഒരു യോഗട്ടാണ് കേട്ടോ, ഇങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു യോഗട്ട്. ഒരു നോർമൽ ടേസ്റ്റാണ്, ഒരു അഫ്ഗാനി ഡിഷായിരുന്നത്. ആ റൊട്ടി ഇങ്ങനെ ആ ഒരു യോഗട്ടിൽ ഇങ്ങനെ മുക്കി കഴിക്കുക, അങ്ങനെയാണ് കേട്ടോ ആ ഒരു ഡിഷ്. അപ്പോൾ എല്ലാം കൂടെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ദേ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീക്കെൻഡിലാണ് കേട്ടോ പുറത്ത് പോകാറ്. അപ്പോഴാണ് നമ്മളിങ്ങനെ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കണതും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഓരോരോ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോസൊക്കെയാണ് നമ്മളിപ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണത്. കൂടുതലും ഇപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇടയിൽ ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങളും കൂടുതലും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ട്രാവൽ വീഡിയോസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണത്. അപ്പോൾ അതേ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ, ഇങ്ങനെ ഇംഗ്ലീഷിലുള്ള ഖുർആൻ ഇങ്ങനെ വെച്ചേക്കണത്. അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ മഴ ഇപ്പോഴും കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ വീഡിയോയിൽ അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാത്തതാണ്, ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഫാം വിസിറ്റും അതുപോലെ തന്നെ അഫ്ഗാനി ഫുഡും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയ അമേരിക്കൻ വിശേഷവുമായിട്ട് പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.